അച്ഛൻ മുൻവശത്തുണ്ടാവുമെന്ന് ഉറപ്പുള്ള കാരണം അടുക്കള വഴിയാണ് കിച്ചു വീടിനുള്ളിലേക്ക് നുഴഞ്ഞു കയറിയത്. സന്തോഷിനെ പേടിച്ച് അരുൺ നേരത്തെ തന്നെ മുങ്ങി. കിച്ചുവിന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോയാൽ കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങി എന്ന അവസ്ഥയിലായിരിക്കും തന്റെ കാര്യമെന്ന് അരുണിന് ഉറപ്പായിരുന്നു. സന്തോഷും കവിതയും കിച്ചു വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കവിതയുടെ ഏങ്ങിയുള്ള കരച്ചിൽ താളത്തിൽ അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു. തന്റെ വിദ്യാർത്ഥികളോട് ഒരു ദയവുമില്ലാതെ പറയുന്ന സകല ഉപദേശങ്ങളും ഉപദേശം എന്ന പേരുള്ള പരിഹാസവും കവിതയുടെ മുമ്പിൽ വന്നു നിന്ന് കോക്രി കാണിച്ച് ദയനീയമായി അവയെ നോക്കി കവിത വീണ്ടും വീണ്ടും കരഞ്ഞു. തന്റെ കുഞ്ഞു ലോകത്തിലെ സുന്ദരനും സുമുഖനും ആരോഗ്യ ദൃഢഗാത്രനും അഭ്യസ്ത വിദ്യനും മര്യാദക്കാരനും മാന്യനും സർവോപരി സൽഗുണ സമ്പന്നനുമാണെന്ന ചിന്ത മറ്റുള്ളവരെ പോലെ സന്തോഷിനും കവിതയ്ക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നതെന്നൊന്നും രണ്ടുപേരും അന്വേഷിക്കാറില്ല. കവിതക്കാണെങ്കിൽ അവൻ ആൺകുട്ടി അല്ലേ എന്ന ന്യായീകരണവുമുണ്ട്. ആ ആൺകുട്ടി കാരണം ഇന്ന് നാട്ടുകാരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുമെന്ന് രണ്ടുപേരുടെയും വിദൂര ചിന്തകളിൽ പോലും ഉണ്ടായിരുന്നില്ല. കിച്ചു, അവിടെ നിൽക്ക്. പമ്മി പമ്മി മുകളിലേക്ക് പോവാൻ ആദ്യത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചതും പിന്നിൽ നിന്നും പിതാശ്രീയുടെ വിളി. അതുകൊണ്ട് മുഴുവൻ കയറി ക്ഷീണിക്കേണ്ടി വന്നില്ല. കിച്ചു കണ്ണിറുക്കെ അടച്ച് തുറന്ന് തിരിഞ്ഞു നിന്നു. തല ഉയർത്തി നോക്കാൻ അവന് ധൈര്യമുണ്ടായില്ല. മുഖമടച്ച് കിട്ടുന്ന അടി സ്വീകരിക്കാനെന്ന പോലെ അവൻ മുഖം ഇത്തിരി ചെരിച്ചു വെച്ച് നിന്നു. ഒരു 85-90 ഡിഗ്രി ആംഗിളിൽ വലതുവശത്തേക്ക്. പെട്ടെന്ന് കിട്ടിയാൽ പെട്ടെന്ന് പോവാലോ, വെറുതെ എന്തിനാ സമയം കളയുന്നത്? ഇന്നിവിടെ നടന്നതിന്റെ അർത്ഥം എന്താടാ? സന്തോഷിന്റെ കവിളുകൾ ദേഷ്യത്തിൽ വിറകൊണ്ടു. ഇത്രയും കണ്ടിട്ട് അച്ഛനൊന്നും മനസ്സിലായില്ലേ? മനസ്സിലാവാതിരിക്കും അച്ഛൻ എന്താ പൊട്ടനാണോ? കിച്ചു തലകുനിച്ചെന്ന് പിറുപിറുത്തു. പിറുപിറുക്കാൻ മാത്രമേ ധൈര്യമുള്ളൂ. ഉച്ചത്തിൽ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞ അടുത്ത നിമിഷം പെട്ടിയും കിടക്കയും തലയിണെടുത്ത് തന്ന് അച്ഛൻ താമസിക്കാൻ വേറെ സ്ഥലം അന്വേഷിക്കാൻ പറയും. ഇന്ന് അത് മാത്രമല്ല, തന്റെ അന്ത്യം അച്ഛന്റെ കൈകൊണ്ട് ആയേക്കുമോ എന്ന ചെറിയ ഭയവും അവനുണ്ട്. അച്ഛാ, അത് കിച്ചു പറഞ്ഞു തുടങ്ങിയതും സന്തോഷ് കൈയുയർത്തി വിലക്കി. വേണ്ട, വിശദീകരണമൊന്നും വേണ്ട. ആ കുട്ടിയോട് വന്ന് പറഞ്ഞ മുഴുവൻ സത്യമാണോ അല്ലയോ അത് മാത്രം അറിഞ്ഞാൽ മതി. സന്തോഷ് അവനിൽ നിന്ന് മുഖം തിരിച്ചു നിന്നു. നാട്ടിൽ അത്യാവശ്യം നിലയും വിലയുള്ള വ്യക്തികളാണ് സന്തോഷും കവിതയും. ഇന്നൊരു ദിവസം കൊണ്ട് അതൊക്കെ കാറ്റിൽ പറന്നു. ഇനി പുറത്തിറങ്ങുമ്പോൾ എന്തൊക്കെ കേൾക്കുകയും കാണുകയും വേണ്ടിവരുന്ന അയാൾക്ക് ചിന്തിച്ചു നോക്കാൻ പോലും സാധിച്ചില്ല. അതിലുപരി തന്റെ മകൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന വിഷമം വേറെയും. കവിത ഒന്നും മിണ്ടാതെ കണ്ണും തുടച്ച് മൂക്ക് പിഴിഞ്ഞ് ചുമരും ചാരി നിന്നു. അത് അച്ഛാ, ഇന്നലെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു തമാശക്ക്, അല്ലാതൊന്നുമില്ല അച്ഛാ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അവള് തെറ്റിദ്ധരിച്ചതാ. കിച്ചു പതിയെ പറഞ്ഞു തീർന്ന സന്തോഷിന്റെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ട ചൂരൽ കിച്ചുവിനെ തൊട്ടൊഴിഞ്ഞു പോയി. ഒരു മൂളിൽ മാത്രമേ കേട്ടുവെങ്കിലും ചൂരൽ തൊട്ടൊഴിഞ്ഞ ഭാഗത്തെ സ്പർശന സുഖം കാരണം നിന്ന് നിൽപ്പിലൊന്ന് ചാടി കിച്ചു ആ ഭാഗം അമർത്തി തടവി. തന്നോളം പോന്ന മോനെ തല്ലരുതെന്ന് കരുതിയാ ഞാൻ നിയന്ത്രിച്ച് നിന്നത്. ഇതാണോളോ തമാശ? ഒരു പെണ്ണിനെ പ്രേമിച്ച് പറ്റിച്ചും പോരാ, രാത്രി അവളെ വിളിച്ച് അനാവശ്യം പറയുന്നതാണോടാ നിനക്ക് തമാശ? കൈ നിവർത്തി അടുത്ത് കിടന്ന മേശയിലേക്ക് ആഞ്ഞടിച്ച് സന്തോഷം അലറി. കിച്ചു തലകുനിച്ച് നിന്നു. ഇത്തരം തമാശയൊക്കെ വീടിന്റെ പുറത്ത്. അത് കേട്ടതും കിച്ചു ഞെട്ടി. വീടിന് പുറത്തായാൽ താൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ ഷോപ്പിൽ നിന്ന് പുറത്താക്കും, വേറെ ജോലി അന്വേഷിക്കേണ്ടി വരും. ഭാവി ജീവിതം ഭാസ്വരമാക്കാൻ മൗനം വിദ്വാനും മാത്രമല്ല തനിക്കും ഭൂഷണമാണെന്ന തിരിച്ചറിവിൽ കിച്ചു വായ പൂട്ടി തലകുനിച്ച് നിന്നു. എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ദാ ബന്ധുക്കളും പരിചയക്കാരൊക്കെ വിളിച്ചു വെച്ചതേയുള്ളൂ. നിന്റെ മാമന്മാരും ചെറിയച്ഛനും എല്ലാം നാളെ വരുന്നുണ്ട്. പറയാനുള്ള മറുപടി മോൻ തന്നെ കണ്ടുവച്ചോ. എന്നെ ഒന്നിനു വിളിക്കണ്ട. നീയൊന്നും ചെയ്തു കൂട്ടുന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ആൾക്കാരോട് മറുപടി പറയാനും വയ്യ ഈ വയസ്സാം കാലത്ത് എനിക്ക്. സന്തോഷിന്റെ കണ്ണുകൾ നിറഞ്ഞു. മനസ്സിലാകെ ഒരു ഭാരം തോന്നി അയാൾക്ക്. മുണ്ണിന്റെ തുമ്പുയർത്തി കണ്ണുടച്ച് കിച്ചുവിനെ തറപ്പിച്ച് നോക്കി അയാൾ മുറിയിലേക്ക് കയറിപ്പോയി. പിന്നാലെ മൂക്ക് പിഴിഞ്ഞുകൊണ്ട് കവിതയും. ആ മുറിയുടെ വാതിലടയും നോക്കിയൊരു നിമിഷം കിച്ചു മുകളിലേക്ക് ചെന്നു. മുറിയിലേക്ക് കയറാൻ നിന്നു. കീർത്തി വരുന്നുണ്ട്. അവൻ അവിടെ നിന്നു. നീയും കൂടെ അറിഞ്ഞിട്ടാണോ ഇത്തു രാവിലെ അവൾ ഇതൊക്കെ ചെയ്ത്? അവൻ അമൃഷത്തോട് ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ടതും കീർത്തിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. അതെ, എന്നോട് അവളെ ഇവിടെ നിന്ന് വരുമെന്നും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നും പറഞ്ഞു. നീ ചാണകത്തിൽ മുങ്ങി നിൽക്കുന്ന കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം നിന്നോട് പറഞ്ഞില്ല. കീർത്തി അവന് നേരെ ചീറി. കിച്ചു മുഖം ചൊളിച്ച് അവളെ നോക്കി. ഇന്നലെ എന്റെ കൂടെ വന്നപ്പോഴും ഒരു വാക്കുകൊണ്ട് പോലും അവളൊരു സൂചന എനിക്ക് തന്നിട്ടില്ല. സാധാരണ എന്ത് കാര്യമാണെങ്കിലും അവൾ എന്നോട് ചോദിക്കും, ഒന്നും മനസ്സിൽ വെക്കില്ല. ഇത് പക്ഷെ അതുമില്ല. എന്നിട്ടാ അവനെ തട്ടിമാറ്റി കീർത്തി താഴേക്ക് ഇറങ്ങിപ്പോയി. മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടലുകളുമായി കിച്ചു മുറിയിലേക്കും. ഊണുമുറിയിലെ ടേബിളിൽ തലയാഴ്ച കിടന്ന് കീർത്തി വീണ്ടും ആർച്ചയുടെ നമ്പർ ഡയൽ ചെയ്തു. ഫുൾ റിംഗ് പോയിട്ടും കോൾ അറ്റൻഡ് ആയില്ല. കീർത്തി അസ്വസ്ഥതയോടെ വീണ്ടും വീണ്ടും വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ കോൾ എടുത്ത് സംസാരിക്കാരൂ, ഇതിപ്പോ ഒരുപാട് തവണയായല്ലോ. ആർച്ചയുടെ ഫോൺ വീണ്ടും വീണ്ടും റിംഗ് ചെയ്യുന്നുണ്ട് കൃഷ്ണകുമാർ പറഞ്ഞു. അയാളുടെ മടിയിൽ കിടന്നിരുന്ന ആർച്ച പതിയെ ചിരിച്ചു. അതാരാണെന്ന് മനസ്സിലായോ അച്ഛന്? അവളുടെ ചോദ്യം കേട്ട് കൃഷ്ണകുമാർ ഫോണിലേക്ക് നോക്കി. കിത്തു എന്നുള്ള പേര് കണ്ടതും അയാളുടെ മുഖം മങ്ങി. എടുത്തു നോക്കുമോളെ.
എന്താ കാര്യം എന്നറിയാലോ? വേണ്ട അച്ഛാ. അവൾ എഴുന്നേറ്റ് നിന്ന് ഫോൺ സൈലന്റ് ആക്കി വെച്ചു. ഉച്ച മുതൽ വിളിക്കുന്നുണ്ട്. രാത്രി ഇത്രയും വൈകിട്ട് നിർത്തിയിട്ടില്ല. അവൾക്ക് പറയാനുള്ള എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാതിരുന്ന കോളേജിൽ നാളെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങും. അതിലുപരി ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യുന്ന അവരെല്ലാം അറിഞ്ഞാൽ അവൾക്ക് തല ഉയർത്തി നടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് എന്നോട് സംസാരിച്ച് അവളുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കും. കരയും. അവളുടെ കരച്ചിൽ എൻ്റെ മനസ്സലിക്കാൻ സാധിക്കുന്നവൾക്ക് നന്നായിട്ട് അറിയാം. അവൾ പുറത്തിരുട്ടിലേക്ക് നോക്കി. അപ്പം ഞാൻ എന്ത് ചെയ്യും അച്ഛാ? അവളുടെ കോൾ എടുക്കാതിരിക്കും. പരമാവധി അവൾ ഒഴിവാക്കി വിടും. ഇതുവരെ അവൾക്ക് എന്നോടൊന്നും പറയാനുണ്ടായിരുന്നില്ലല്ലോ. ഇനിയൊന്നും പറയണ്ട. എന്നെ ദ്രോഹിക്കുന്ന എല്ലാവരെയും ക്ഷമിച്ചു വിടാൻ ഞാൻ മുറ്റത്തെ നന്മവരെന്നല്ലല്ലോ അച്ഛാ. അവൾ കണ്ണു ചിമ്മി ചിരിച്ചു. എന്നാലും അച്ഛാ, ആ ചാണ കുഴിച്ചിട്ട് എനിക്കൊരു തൃപ്തി കിട്ടിയില്ല. 5-6 ബക്കറ്റ് കലക്കെടുത്തവൻ്റെ തലയിൽ ഒഴിക്കേണ്ടതായിരുന്നു. ആർച്ച ദേഷ്യത്തോടെ പറഞ്ഞു. കൃഷ്ണകുമാർ അവളെ നോക്കി വാപൊളിച്ച് നിന്നു. ഈച്ച അയാളെ നോക്കി ഇളിച്ചു കാണിച്ചു. അല്ല, ആർച്ച അയാളെ നോക്കി ഇടിച്ചു കാണിച്ചു. ഓ, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രതികാരം ചെയ്യാൻ അറിയാവൂ അച്ഛാ. വായടക്ക്, ഇല്ലെങ്കിൽ ഈച്ച കയറും. അയാളുടെ വായ തട്ടിയടച്ച് അവൾ ചിരിച്ചു. ഇതിലും വെറുതെ ഇനി എന്ത് ചെയ്യാനാ മോളെ? അവനിനി എങ്ങനെ തലയുയർത്തി നടക്കും? പുറമേയുള്ള ആ നാറ്റം കുളിച്ചാ പോവെങ്കിലും ഉള്ളിൽ അത് എന്നും ഉണ്ടാവും. നിന്നെ അവൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ഇത് തന്നെയാ രക്തം ചിന്താത്ത പ്രതികാരം, അല്ലേ? കൃഷ്ണകുമാർ പിറുവിറുത്തു. ആർച്ച ചിരിയോടെ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. അപ്പോഴും ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ഫോൺ സൈലന്റ് ആക്കി. ഓരോ ചുവട് വെക്കുമ്പോഴും അവളുടെ ഉള്ളിൽ കീർത്തിയോടൊപ്പമുള്ള ഓർമ്മകൾ മിഴിവോട് തെളിഞ്ഞു നിന്നു. ജീവനോളം ചേർത്ത് നിർത്തിയ സൗഹൃദം, കുറച്ചു ദിവസം വരെ ഉണ്ടായ സ്നേഹവും ആത്മാർത്ഥതയുമൊക്കെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇല്ലാതായി. സ്വന്തം കാര്യം വന്നപ്പോൾ സ്വാർത്ഥത നിറഞ്ഞു. എന്നാലും തന്നെ ഇങ്ങനെ ചതിക്കാൻ അവൾക്ക് സാധിച്ചല്ലോ എന്നതായിരുന്നു ആർച്ചയേറെ വിഷമിപ്പിച്ചത്. കീർത്തിയുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് ഫോണിൽ നേരത്തെ ശബ്ദത്തിൽ പാട്ട് വെച്ചവൾ ബെഡിലേക്ക് വീണു. പതിയെ കണ്ണുകൾ അടച്ച്. ആദ്യത്തെ പാട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ വന്നു. ആർച്ച കണ്ണു തുറന്ന് ചാടി എഴുന്നേറ്റു. ഫോൺ നോക്കിയവൾ പല്ലുകടിച്ച്. ഒരുവിധം ഒന്ന് ഉറങ്ങാൻ നോക്കുമ്പോഴാ ആഴലിന്റെ ആഴം. അഥവാ അവനതിൽ മാഞ്ഞു പോയില്ലെങ്കിൽ ഞാൻ അവനതിലങ്ങ് മുക്കിക്കൊല്ലും. ഫോണിന് നേരെ വിരൽ ചൂണ്ടി അവൾ ഭീഷണി മുഴക്കി. കണ്ണുകൾ അടച്ച് ശ്വാസം വലിച്ചു വിട്ട് മനസ്സ് ശാന്തമാക്കാൻ ശ്രമിച്ചു. കണ്ണടക്കുമ്പോൾ മനസ്സിൽ നിറഞ്ഞ മുഴുവൻ കിച്ചുവും കീർത്തിയും അവർ തന്നോട് കാണിച്ച ചതിയും മാത്രമാണെന്ന തിരിച്ചറിവിൽ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. ഇറങ്ങി പോടാ! മനസ്സിൽ തെളിഞ്ഞ കിച്ചുവിന്റെ രൂപം നോക്കി ആർച്ചലറി. മനസ്സിലിട്ട് അവന് നല്ല 5-6 ഇടി അറഞ്ചം പുറഞ്ചം കൊടുത്ത് 3-4 തവണ ചുരുട്ടിയെറിഞ്ഞ് സ്വയം ഒരു സൂപ്പർ വുമണായി അവനൊരു വായുവിലൂടെ പറപ്പിച്ച് കളിച്ച് അവസാനം ഒരു ഗെറ്റ് ലോസ്റ്റൂടെ പറഞ്ഞ ആർച്ച സ്വയം സംതൃപ്തി അടഞ്ഞു. പാതിചാര്യ വാതിലിനിടയിലൂടെ അവിടെ ഈ പരാക്രമങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന അച്ഛമ്മ പതിയെ തിരിഞ്ഞടന്നു. ഒരുവനൊരു ദയം കൂടാതെ നോയിപ്പിച്ച മനസ്സിനെ തിരിച്ചു പിടിക്കാൻ മറക്കാൻ ശ്രമിക്കുമ്പോഴും മനസ്സിൽ തെളിയുന്ന ഒരുപാട് ഓർമ്മകളെ പുറന്തള്ളാൻ അവൾ കാണിക്കുന്ന പരാക്രമങ്ങൾ ഓർത്തവർ ഒരു നിമിഷം വേദനിച്ചു. അടുത്ത നിമിഷം അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. അതിൽ അഭിമാനം നിറഞ്ഞിരുന്നു. ജീവിതത്തിൽ ഏതൊരു വിഷമത്തെയും സധൈര്യം നേരിടാനുള്ള കഴിവ് തന്റെ കുട്ടിക്കുണ്ടെന്ന തിരിച്ചറിവിൽ അവർ മനസ്സെറിഞ്ഞ് ചിരിച്ചു.